ഇവിടെ ഉള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും എതിരെ നിൽക്കുന്നുണ്ട്, കൂടെ നിന്ന് സംസാരിക്കണമൊക്കെ ഉണ്ട്. ഭാവിയിൽ കാണാൻ നമുക്ക് എന്താ ഉണ്ടാവാൻ പോണെന്നൊക്കെ. വേടൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് ഇപ്പോൾ ഈ ഭാരതാംബ വിഷയവും വരാൻ നേരത്ത്? ഇല്ല, ഞാനതിൽ അഭിപ്രായം പറയാനില്ല ഇപ്പോൾ തൽക്കാലത്തേക്ക്. ഞാനതിനെ ഒരു പാട്ടായിട്ട് എഴുതികളെ പറയുന്നതൊക്കെ നല്ലത് അതല്ലേ. എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു DNA ഇഷ്യൂവിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച പോകണമെന്നൊക്കെ കണ്ടു. ഈ പാരമ്പര്യമായിട്ട് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടൊരു സമൂഹത്തിൻ്റെ ഇടയിൽ അപ്പോൾ ഈ പഠനം, വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യങ്ങൾ അവരുടെ പൊതുജീവിത ശൈലിക്കകത്തില്ലാത്തൊരു കാര്യമാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഇവിടെ പിള്ളേർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സാധനമേ. അപ്പം അതിൽ പറഞ്ഞൊരു വാക്ക് മാത്രം എടുത്തിട്ട് അതിനെ ഒരുപാട് ആഘോഷിക്കലും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു ഞാൻ. ഇത് കേരളത്തിൽ പഠിച്ച് മെറിറ്റിൽ വന്നിരിക്കുന്ന പിള്ളേരുടെ അടുത്ത് പോലും റിസർവേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവൻ ഇവിടെ എത്തിയത് എന്നൊക്കെ പറയുന്നൊരു സമൂഹത്തിനടുത്ത് എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാൻ പോണില്ല. അപ്പോൾ എനിക്കത് ക്ലാരിറ്റി വരുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ പാട്ടുകളിലൊന്നും ജാതി പറയുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ എല്ലാ പാട്ടുകളും നിങ്ങൾ കേൾക്കുന്നതാണ്. എൻ്റെ ഏത് പാട്ടിലാണ് ജാതി പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞാൻ ജാതി പറയുന്നില്ല, ഞാൻ ജാതിക്ക് എതിരെയാണ് ഞാൻ പറയുന്നത്. ജാതി വിറ്റ് കാശാക്കേണ്ട ആവശ്യം വേണമെന്നില്ല.